എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ക്വിക്കായിട്ട് ഒരു റീഡിങ് ചെയ്യാം. എന്ത് ചെയ്യാം? റിലേഷൻഷിപ്പ് തന്നെയാണ് വന്നിരുന്നപ്പോൾ എന്താണ് നോക്കേണ്ടതെന്ന് ആലോചിക്കാതെ വന്നിരുന്നത്. കറണ്ട് എനർജീസ് നോക്കിയാലോ? കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളോട്, നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണിനോട്. ഓക്കെ, അങ്ങനെ നോക്കാം നമുക്ക്. ഓർക്കുക, ഒരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ന്യൂട്രലായി നിന്ന് മാത്രം റീഡിംഗ് കാണുക കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളോട്, ഇത് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണോട്. ഓക്കെ, അത് അവരുടെ കറണ്ട് എനർജി നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു അവരുടെ പേഴ്സണ് അവരോട് ഈ സമയത്തുള്ള എനർജി എന്താണ്, കറൻ്റ്ലി അവരോടുള്ള എനർജി എന്താണ്. എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് അവർക്കായിട്ട് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എന്താണെന്ന് പറഞ്ഞു തരും. മറഞ്ഞു വന്നിട്ടുണ്ടോ നോക്കിയതാണ്. ആദ്യത്തെ കാർഡ് പേജ് ഓഫ് സ്വാർഡ്സ്, വെരി ഗുഡ്. സെക്കൻഡ് കാർഡ് ലവേഴ്സ്, എംപറർ, പേജ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്. എന്താ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. ഹാങ്ഡ് മാൻ, ശരി. Two of Cups, Ace of Wands, Sun. കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. Queen of Pentacles, Nine of Cups, Nine of Swords, Three of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് കേട്ടോ. ആകെ മൊത്തം മോശമില്ല. ഒന്ന് രണ്ട് പേര് എവിടെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടത്. നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് അവരുടെ പേഴ്സണായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണിൻ്റെ അടുത്ത് എന്താണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സണോട് എന്താണ്. വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സൻ്റെ അടുത്ത് എന്താണെന്ന് കാണിച്ചു തരും. വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സൻ്റെ അടുത്ത് എന്താണ് പ്ലീസ് ഗൈഡ്. Ace of Wands, Nine of Swords, World. നിങ്ങൾക്ക് എന്ത് പറ്റി. Ace of Pentacles, ശരി. Nine of Cups, Empress, Six of Cups, Four of Pentacles, Four of Cups, എന്ത് പറ്റി. Three of Cups, Six of Wands, Lovers and Hermit. നിങ്ങൾക്കാണ് ഇന്ന് എനർജി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓക്കെയാണ്. Seven of Swords ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. Seven of Swords ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. ടെമ്പറൻസ്, ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യമായിട്ട് അവരുടെ എനർജിയിൽ കാണുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നൊരു കോൾ, മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ ഓൺലൈൻ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ, ലൈക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അവിടെയും ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, ലൈക്ക് നിങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ വളരെ തീവ്രമായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഒരു കോൾ, ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരണമെന്ന് വളരെ കാര്യമായിട്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു കോൾ, ഒരു മെസ്സേജ്
അവർ ആഗ്രഹിക്കുന്നു. കാരണം 3 കാർഡ്സ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. അത് ഒട്ടും ഡിലേ ആക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ് അവിടെ, യാതൊരു സംശയമില്ല. പരസ്പര സ്നേഹം, അട്രാക്ഷൻ എല്ലാം തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തോന്നുന്ന ലെവലിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് എന്നർത്ഥം. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ പല പല ഡിഫറൻസസ് ഉണ്ട്. ഇവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ആ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് കുറച്ച് കൂടുതലായിട്ട് ആലോചിച്ച് മതിയാകുമെന്ന് മാത്രമല്ല, ഈ കാസ്റ്റ്, കൾച്ചർ, റിലിജിയനൊക്കെ ഡിഫറൻസസ് ഉള്ള അവിടെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരിക്കും. അതൊരു തടസ്സമായിട്ട് കാണുന്നു. അതിൽ ചിലരെങ്കിലും പെട്ട് കിടക്കുന്നതായിട്ട്, ഹാങ്ഡ് സിറ്റുവേഷനിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഹാങ്ഡ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുടെ ചിന്താഗതി മാറി വരുന്നതായിട്ടും അവർ മാറി ചിന്തിക്കുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എത്രയും വേഗം നിങ്ങളുടെ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 2 ഓഫ് കപ്സ് തീർച്ചയായിട്ടും ഒരു ടെമ്പററി ബ്രേക്കിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതെങ്കിൽ ഒരു റീയൂണിയനുള്ള സാധ്യത. ഞാൻ പറഞ്ഞില്ലേ, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് കോൺഷ്യസ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ആ ചിന്താഗതി മാറി നിങ്ങളുമായിട്ടൊരു റീയൂണിയനിലേക്ക് എത്തണം എന്നുള്ള ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് വാണ്ട്സ് വെച്ച് തീർച്ചയായും ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം. ഒരു പുതിയ തുടക്കം വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ അടുത്ത് വേണം എന്നവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇനി പോസിറ്റിവിറ്റി മാത്രം മതി എന്നും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇത്രയും നാൾ ഈ സ്റ്റക്നെസ് ഉണ്ടായിരുന്നു. ഒരു സിറ്റുവേഷനിൽ ടോട്ടൽ സ്റ്റക്കായിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് ആ പോസിറ്റിവിറ്റി കൊണ്ടുവരാം, ഇനി അങ്ങോട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മതി എന്നവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് തീർച്ചയായും നിങ്ങളെ പ്രതി അവർ വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കേണ്ട, അവരും അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ജോലി റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്, അതും കൈകാര്യം ചെയ്യേണ്ടുന്നൊരു സിറ്റുവേഷൻ അവർക്കുണ്ട്. നിങ്ങളും ബിസി തന്നെയാണ്, രണ്ടുപേരും ബിസി തന്നെയാണ്. അവരവരുടെ കർമ്മങ്ങൾ അവരവർ കറക്റ്റായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കറണ്ട് എനർജി അറ്റ് പ്രസൻറ്റ് നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയിലായിരിക്കാം. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു പ്രപ്പോസൽ സ്വീകരിച്ചെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സക്സസ് ആണെന്നാണ് അവർ കരുതുന്നത്. ഒരു ടെമ്പററി സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുന്നവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ അവരെ എത്തിച്ചിരുന്നെങ്കിൽ, അത് മാത്രമല്ല കേട്ടോ, ആ സിറ്റുവേഷൻസ് മാത്രമല്ല, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, ആ സിറ്റുവേഷൻസിലെല്ലാം അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ടെമ്പററി ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ മാറി നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ മനസ്സിൽ അവരൊരു ബാലൻസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ബാലൻസ് ചെയ്ത് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അവരുടെ മനസ്സ് ഹീലായതായിട്ട് കാണുന്നു. പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻസ് ഒക്കെ ഇവർ ചെയ്ത് കാണണം. എന്ത് തന്നെ ആയാലും ഒരു മെൻ്റൽ ക്ലാരിറ്റി അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പലരും അവരുടെ സുഹൃത്തുക്കളോടെല്ലാം ഡിസ്കസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെയ്ത് കാണണം. ഓക്കെ, ഈ സിറ്റുവേഷൻസ് എല്ലാം അറിയാവുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എല്ലാവർക്കും കാണുമല്ലോ അല്ലേ. ആ പർട്ടിക്കുലർ സുഹൃത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതായിട്ടും അവർ ഇവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് അവരുടെ സുഹൃത്തുക്കൾ ഇവരെ ഉപദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കായിട്ടൊരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ഞാനൊരു 4-5 കാർഡ് കൂടെ എടുക്കാം. പേഴ്സൻ്റെ കറണ്ട് എനർജി ഒന്ന് പറഞ്ഞു തരുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ കൂടുതലായിട്ട് എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരും. നിങ്ങളുടേത് ഒരുപാട് കാലമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ.
ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ന്യായപ്രകാരം അവരെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം. ഒരു ഇംബാലൻസ് ആണ് ഇപ്പോഴെങ്കിൽ അത് മാറി നല്ലൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇത്ര കാലം മാറി നിന്നു, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാതെ നിങ്ങളെ ഹാങ്ങിങ്ങിൽ നിർത്തിയിരിക്കുകയായിരുന്നു അവർ. പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല. ആ സമയം മാറി വന്നേ മതിയാകൂ. നിങ്ങൾക്കായിട്ട് ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കണം എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഒരു പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ എന്നും കാണുന്നു. ഒരുപാട് ക്ഷമയോടെ അവർ വെയിറ്റ് ചെയ്തു കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ. അപ്പോൾ അവർ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാനും അവരുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി കിട്ടാനും ഒക്കെ ആയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും തെറ്റായിട്ട് വരില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ടുള്ള. ഇനി നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴും എന്നും ഒരു റൊമാൻറ്റിക് ബിഗിനിങ്ങിന് റെഡിയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ഓക്കെ, പക്ഷേ എന്തോ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലാണ് പ്രസൻറ്റ് എന്നും കാണുന്നുണ്ട്. ഒരു പക്ഷേ ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ദൂരെ ദിക്കിലേക്ക് പോകേണ്ടുന്നൊരു സാഹചര്യം വന്നിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾക്ക് ലൈഫിൽ മറ്റെന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും അവർ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. കുഞ്ഞിനെ നോക്കുന്ന അത്രയും കെയറോടുകൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. നിങ്ങളുടെ ഇതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ്, കുറേ കാലമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഇടയിൽ മനോഹരമായ മെമ്മറീസ് ഉണ്ട്, ഓർമ്മകളുണ്ട്. അതെല്ലാം നിങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്, ചെറിഷ് ചെയ്യാറുണ്ട്. ഇനിയും ലൈഫ് ലോങ് ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ. പല തടസ്സങ്ങൾ കാണുന്നുണ്ട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, മറ്റു പല തടസ്സങ്ങളും കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പൂർണ്ണമായും തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ, മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവരെ പ്രതി നിങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ്, ഭയങ്കര പൊസസീവ്നെസ്സുമാണ്. ഇവരെ കാണാതിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വല്ലാതെ മിസ്സ് ചെയ്യും അവരെ. പക്ഷെ ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ലാത്ത പോലെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. ഓക്കെ, ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറും. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, ഉറക്കമില്ലായ്മയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നില്ല. ഒന്നുമില്ലാത്ത രീതിയിൽ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നു. കാരണം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കാരണം അവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. തേർഡ് പാർട്ടീനെ അല്ല, നിങ്ങളുടെ പേഴ്സണെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം വിഷമിച്ചാലും, സ്വയം ഒറ്റപ്പെട്ടിരുന്നാലും, സ്വയം വിഷമിച്ചാലും നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹം, ഒരുപാട് ഓവർവെൽമിങ് സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുള്ളത്. കെയറും ഉണ്ട്, അതേപോലെ കെയർ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് അവരോടുള്ള എനർജി എന്താണെന്നുള്ളത്. കാരണം നിങ്ങളവരെ കെയർ ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ വഴിയെ പോകുന്ന എല്ലാവരെയും കെയർ ചെയ്യാറില്ലല്ലോ, അല്ലേ? അവർ നമുക്ക് വളരെ താല്പര്യം തോന്നുന്ന, നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ കെയർ ചെയ്യുക. അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ നിങ്ങൾക്ക് സ്നേഹമാണ്, പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ലവേഴ്സ് പരസ്പര സ്നേഹത്തിൻ്റെ കാർഡാണ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞില്ലേ, ഓവർവെൽമിങ് സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് എന്നും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങൾ എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു, അവരുടെ മെസ്സേജ് ഉണ്ടോ, കോൾ ഉണ്ടോ, അവരുടെ അപ്ഡേറ്റ്സ് എന്താണെന്നെല്ലാം നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അവരുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവരെ വിട്ടു പോകാനൊന്നും നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ടെമ്പറൻസ് ഇതും
നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാരിറ്റിയിലെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അതുപോലെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾ സ്പെഷ്യൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, മറച്ചു പിടിക്കൽ അവിടെ വരുന്നത്. 2 സിറ്റുവേഷൻസിൽ പെട്ട് ജഗിള് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നു. അതേസമയം ഇവരെ പ്രതി നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അതിതീവ്രമായ ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് സങ്കടം, വിരഹം എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ സിറ്റുവേഷൻ മാറി വരണം, ഒരു ബാലൻസിൽ എത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെയും ആഗ്രഹം. ഇപ്പോൾ നിങ്ങൾ കൂടുതലായും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ആരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ ഇങ്ങനെ ചിന്തകളിൽ മുഴുകി ഇരിക്കുന്നതായിരിക്കും നിങ്ങളുടെ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ. തനിയെ സംസാരിക്കുക, അവരോട് പറയാനുള്ളതൊക്കെ തനിയെ സംസാരിക്കുക, അവർ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അവരുടെ അടുത്ത്. ഓക്കെ, തനിയെ ഇരുന്ന് സംസാരിച്ച് അവർ കേൾക്കുന്നുണ്ട് എന്നുള്ള മട്ടിൽ ഭയങ്കരമായ മിസ്സിങ് എനർജി നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, ഒരു മെസ്സേജ് ഒന്നും അയക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. ഇങ്ങനെ മനസ്സൊരുകി ഇരിക്കുന്നതിന് സിറ്റുവേഷൻ എന്താണെന്ന് അവരോട് തുറന്നു പറയാമല്ലോ. കാരണം ഒരുപാട് സമാധാനം കിട്ടും അങ്ങനെ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഇതുവരെയും നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കൂ. അറ്റ്ലീസ്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ അടുത്ത്. ഓക്കെ, രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് മതി. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരിക്കില്ല. വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രാത്രിയുടെ ഉള്ളിലായിരിക്കും ഞാൻ തരുന്നത്. ഫസ്റ്റ് കംസ് ഫസ്റ്റ് സെർവ് ബേസിസിലാണ് ചെയ്യുന്നത് കേട്ടോ. കഴിയുന്നതും അന്നേ ദിവസം തന്നെ, ലേറ്റ് ആയാലും ഞാൻ ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അഥവാ തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഡേ പോകാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ദയവായി കോൾ ചെയ്യാതിരിക്കുക. എനിക്ക് കോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഫാമിലി കൂടെ ഉണ്ട്, സോ ഐ കനോട്ട് ടോക്ക്. ഓക്കെ, അതേപോലെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ ഫോണിൽ പറയുന്ന കാര്യങ്ങൾ വേറെ 10 പേര് എന്നെ വിളിച്ചാൽ എനിക്ക് പിന്നീട് അത് മറന്നു പോകും. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ആയിട്ട് ഇടാൻ പറയുന്നത്. അപ്പോൾ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഞാനിത് വീണ്ടും കേട്ട് എനിക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ റീഡിങ് ചെയ്യുന്നത്. അതും ഒരു പർപ്പസ് ഉണ്ട്. കോൾ ചെയ്യുന്ന ഓൺ കോൾ റീഡിംഗ് അല്ല, നമ്മൾ റെക്കോർഡഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. വേറെന്താണ്, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.